ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി അല്ല കേട്ടോ, ഇന്ന് റെസിപ്പിൻ്റെ വീഡിയോ അല്ല, ഇന്ന് ഒരു വ്ളോഗാണ്. പ്രവാസികളുടെ ഒരു നനച്ചുകുളി എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഒരു ദിവസം രാവിലെ ഇങ്ങനെ ചായ അടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ടേബിളാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഫെയറൊക്കെ ഇട്ടിട്ട് ഫെയറൊക്കെ ഒഴിച്ചിട്ട് അത് ഉരപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ്. ഇത് എന്നും ചെയ്യാറില്ല, ഒരാഴ്ചയിലൊരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ചെയ്യലില്ല. ഓരോ നേരത്തും ഓരോ തോന്നലാണല്ലോ, തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലാം തീർത്തിട്ട് ചെയ്യും. ഒരു 10 മിനിറ്റോളം ഉണ്ട്, 8 മിനിറ്റോ 9 മിനിറ്റൊക്കെ ഉണ്ട് വീഡിയോസ്, കുറച്ച് ലെങ്ത് ഉണ്ട്. എല്ലാവരും സഹകരിക്കുക. ഇനി ടേബിളൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ സ്റ്റൂള് കാര്യങ്ങളൊക്കെ അതിന് മുകളിലേക്ക് വെച്ചിട്ട് അതിന് നിലം ഒന്ന് ഉരച്ച് കഴുകാണ്. അത് ബ്രഷ് എടുത്തിട്ട് പിന്നെ തുടക്കുകയാണ് കേട്ടോ. ചെരുപ്പിടാതെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറില്ല, എന്നാലും പിന്നെ കുറച്ചൊക്കെ ചളി ഉണ്ടാവും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ എത്ര ചെരുപ്പിടാതിരുന്നാലും വീണ്ടും ചളി ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് ക്ലിയർ ആക്കണം. നല്ല വൃത്തി വേണം ഇവിടെ. ഇതിപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ടാണ് ആരും ഒരു സഹായത്തിന് ആരുമില്ല. രാവിലെ ആയതുകൊണ്ടാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാവരും പിന്നെ സഹായത്തിനൊക്കെ എല്ലാവരും കൂടി തന്നിരുന്നു. ഈ ഒരു സമയം ആയതുകൊണ്ട് ആരെയും കാണാനില്ല. ഇനി അകത്തുള്ള ഇന്നലെയൊക്കെ തുടച്ച് കഴിഞ്ഞ് അവിടെ കബോർഡൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അത് കൊടുക്കണോ? ഒരു വീട്ടിൽ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗം അതിൻ്റെ നിലം ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അവിടെ നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ ചെരുപ്പിട്ട് ചവിട്ടിക്കാണ്ട് അവിടെയൊക്കെ ചെരുപ്പിടുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നല്ല ചളി ഉണ്ടാവും. കണ്ടില്ല, ആ കറുപ്പ് നിറക്കെ അതൊന്ന് തീരെ വരച്ച് കഴുകാനിട്ടാണ് അത് ചെരുപ്പിട്ട് ചവിട്ടിയിട്ട് അതൊക്കെ വരച്ച് നല്ല ഇരുമ്പിൻ്റെ കമ്പെടുത്തിട്ട് വരയ്ക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അവിടെ തുടക്കും. കണ്ടില്ലേ, ഒരു വൈറ്റ് കളറായില്ല അവിടെ. ഇനി അകത്ത് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അകത്ത് കഴുകലും പിടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് വാഷ് ബേസൊക്കെ ഒന്ന് കഴുകാണ്ട് പിന്നെ അകത്തുള്ള ചവിട്ടി അവിടെ ഒന്ന് കഴുകിയിട്ട് പുറത്ത് വെക്കും.
ഗ്യാസും കുറ്റിയോ? ഗ്യാസും കുറ്റി ഇവിടുത്തെ ആ ആ ഒന്ന് അതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്, എല്ലാം ഉണങ്ങി ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കുന്ന സമയമായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഒരു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ചായ എടുക്കാൻ വരും. അപ്പോൾ അപ്പോഴേക്കും പൂരിയും അതൊക്കെയുള്ള മസാല ഉണ്ടാക്കണം. നമ്മളെ ഓരോരുത്തരോട് ചായ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹംസേ, സിറാജ്, എങ്ങനെയുണ്ട് പൂരി? ഒരു രക്ഷയില്ല. ഓക്കെ, ഇതാണ് സിറാജ് കേട്ടോ. ലൈവിൽ ചോദിക്കണം സിറാജ് ഇതാണ്. ആ, കാണാത്തൊരു കണ്ടോളി. ഇതെന്താ സാധനം? പൂരിക്കുള്ള മസാല. ഓക്കെ, ഇതെന്താ സംഭവം? തിരക്കാണല്ലോ, പെരും തിരക്കാണ്. കുറച്ച് ആൾക്കാരുടെ പ്ലേറ്റ് കഴിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാവിലത്തെ ചായക്ക് 12-14 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഉച്ചക്കാണ് ആൾ കൂടുതലുണ്ടാവുക. ഇനി ഞാൻ എല്ലാ പണി കഴിഞ്ഞ് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ അടിക്കുകയാണ്. എൻ്റെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ള ചോറ് കറി മറ്റ് ഉച്ചക്കുള്ള തിരക്കുകളിലേക്ക് പോകും. ഇനി അധികം വീഡിയോസ് ഇല്ല, വീഡിയോ തീരാനായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, 3 അടുപ്പിലായിട്ട് മീൻ, കറി, ചോറൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി ഒരു ഭാഗത്ത് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ്